എന്നത് ഗൃഹാതുരത്വ സ്മരണയാണ്. എന്നാൽ ജീവിത സായാഹ്നത്തിൽ ഉറ്റവർ ഉപേക്ഷിച്ചപ്പോൾ വേദനയോടെ സ്വന്തം റേഡിയോ മാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് വീടിന്റെ പടിയിറങ്ങിയ കുറച്ച് മാതാപിതാക്കളുണ്ട് ഇടുക്കി കുരുവിള സിറ്റിയിലെ ഗുഡ് സമരിറ്റൻ ആശ്രമത്തിൽ. സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചാലും റേഡിയോയുമായിട്ടുള്ള ആത്മബന്ധം അവസാനിപ്പിക്കാൻ ഇവർ തയ്യാറല്ല. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ചരിത്രത്തെ മാറ്റിമറിച്ച സംഭവങ്ങളിൽ റേഡിയോയുടെ പങ്ക് അന്വേഷിക്കുന്നത് വിചാരപ്രദമായിരിക്കും. 5ാം തലമുറ സാങ്കേതിക വിദ്യയുടെ കാലത്ത് റേഡിയോ പലർക്കും ഒരു ഓർമ്മ മാത്രമാണ്. എന്നാൽ ജീവിത സായാഹ്നത്തിൽ ഉറ്റവർ ഉപേക്ഷിച്ചപ്പോൾ വേദനയോടെ സ്വന്തം റേഡിയോ മാത്രം നെഞ്ചോട് ചേർത്ത് വീട്ടിൽ നിന്നിറങ്ങിയ കുറേയധികം മാതാപിതാക്കളുണ്ട് കുരുവിള സിറ്റി ഗുഡ് സമരിറ്റൻ ആശ്രമത്തിൽ. ആശ്രമത്തിന്റെ ഡയറക്ടറായ ഫാദർ ബെന്നി ഉലഹന്നാനോട് ഇവരിൽ പലരും ആവശ്യപ്പെട്ടത് സ്വന്തം വീട്ടിലേക്ക് പോകണമെന്നല്ല, തങ്ങളുടെ റേഡിയോ കയ്യിൽ കരുതാൻ അനുവദിക്കണമെന്ന് മാത്രം. ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു. കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും പരിസംഖ്യ അടയ്ക്കാവുന്നതാണ്. ആശ്രമത്തിലെ 12 അന്തേവാസികൾക്ക് റേഡിയോ സ്വന്തമായിട്ടുണ്ട്. ഇവരെല്ലാം കൂടുതൽ സമയവും റേഡിയോ പരിപാടികൾ ശ്രവിക്കുന്നത് കണ്ട് മറ്റു ചിലരും ഫാദർ ബെന്നി ഉലഹന്നാനോട് റേഡിയോ വേണമെന്ന് ആവശ്യപ്പെട്ടു. അന്തേവാസികളെ സ്വന്തം മാതാപിതാക്കളെ പോലെ പരിപാലിക്കുന്ന ഫാദർ ബെന്നി ഉലഹന്നാൻ അവരുടെ ആവശ്യവും സാധിച്ചു കൊടുത്തു. കേടായ റേഡിയോകൾ നന്നാക്കി നൽകാനും ഫാദർ ബെന്നി ശ്രദ്ധിക്കാറുണ്ട്. ഗുഡ് സമരിറ്റൻ ആതുരാശ്രമത്തിൽ വരുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവര് ആശ്രമത്തിൽ അഭയം തേടി വരുമ്പോൾ തന്നെ അവരുടെ കയ്യിലുള്ള പഴയ റേഡിയോ ആയിട്ടാണ് അവർ വരുന്നത്. റേഡിയോ ഇല്ലാത്തവർ എന്നോട് പുതിയ റേഡിയോ വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പുതിയ റേഡിയോ വാങ്ങി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ആധുനിക രീതിയിലുള്ള ടെക്നോളജികൾ അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടും പഴമക്കാരായിരിക്കുന്ന ഇവർ റേഡിയോടാണ് കൂടുതൽ താല്പര്യം. 54 അന്തേവാസികളിൽ ഏതാണ്ട് 50 പേരും റേഡിയോ വാർത്ത കേൾക്കുന്നവരും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുന്നവരും കൃഷിയും വയലും അങ്ങനെയുള്ള പുതിയ പ്രോഗ്രാമുകളെല്ലാം നിരന്തരമായിട്ട് കേൾക്കുന്നവരാണ് ഇവിടുത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും. റേഡിയോ വാർത്തകളും പരിപാടികളും ആസ്വദിക്കാൻ മൊബൈൽ ഫോണിൽ ന്യൂസ് ഓൺ എയർ സൗകര്യവും അന്തേവാസികൾ ഉപയോഗിക്കുന്നുണ്ട്. ദിനചര്യ എന്നോണം വാർത്തയും വിശേഷങ്ങളും അറിയാനും പാട്ട് കേൾക്കാനും ഇവർ റേഡിയോ ഉപയോഗിക്കുന്നു. പിന്നെ പാട്ട് ചില പാട്ടൊക്കെ അറിയാം, റേഡിയോ കേട്ടൊക്കെ പഠിച്ച് ചില പാട്ടൊക്കെ അറിയാം. ഇപ്പൊ അങ്ങനെ പാടാറില്ല, കുറെ കാലങ്ങളായിട്ട്. നേരത്തൊക്കെ പാടുമായിരുന്നു. ഇഷ്ടംപോലെ പടമൊക്കെ കണ്ടിട്ടുണ്ടേ. റേഡിയോ ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. റേഡിയോയിലെ വിവിധ പരിപാടികൾ, കാർഷിക രംഗം, ചലച്ചിത്ര ഗാനം, റേഡിയോ ഹെൽത്ത്, അങ്ങനെയുള്ള നിരവധി പരിപാടികൾ എന്നും കേൾക്കും. സുഭാഷിതം മുതൽ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ റേഡിയോ നല്ലൊരു ഉപാധിയാണ് വിജ്ഞാനത്തിനും വിനോദത്തിനും എന്നുള്ള ഇതിൽ. ഇപ്പം ഇത് മൊബൈലും കാര്യങ്ങളൊക്കെ വന്നു, എന്നാലും റേഡിയോയാണ് താല്പര്യം. ചെറുപ്പം മുതലേ റേഡിയോ കേട്ടാണ് വളർന്നത്. ഇപ്പൊ മറ്റേ ടെക്നോളജിയൊക്കെ വന്നിട്ട് അധിക വർഷമായില്ലോ. അനാഥരും ഉറ്റവർ ഉപേക്ഷിച്ചവരുമായ മാതാപിതാക്കളാണ് ഗുഡ് സമരിറ്റൻ ആശ്രമത്തിലുള്ളത്. നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും സഹായം കൊണ്ട് മാത്രമാണ് ഇവർക്ക് മരുന്നും ഭക്ഷണവും ഉൾപ്പെടെ നൽകാൻ ഫാദർ ബെന്നി ഉലഹന്നാനും കുടുംബത്തിനും സാധിക്കുന്നത്. ജനം, ഇടുക്കി.